ഒരു മന്ത്രി? അതുകൊണ്ട് സ്ത്രീകളെ അവമാനിക്കുന്ന, സ്ത്രീ സമൂഹത്തെ അവമാനിക്കുന്ന, എന്തോ ഒരു സൗജന്യത്തിൽ നിൽക്കുന്നവരാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞ് അവർ അവമാനിക്കുന്ന ഏറ്റവും വൃത്തികെട്ട നിലപാടാണ് വകുപ്പ് മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. ആ പ്രസ്താവനകൾ നിരുപാധികം പിൻവലിച്ച് സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണം. ഗവൺമെന്റ് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഭരണം നടത്തുന്നവരാണ്. ആ നികുതിപ്പണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ്. അത്തരമൊരു ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ബസ്സുകളിൽ ചില നടപടികൾ ആരംഭിച്ചത്. ആ നടപടികൾ ഇപ്പോൾ കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ ഗതാഗത വകുപ്പ്, KSRTC വകുപ്പിന്റെ മന്ത്രി പറയുന്നത്, ഈ സ്ത്രീകൾ മക്കളെ ഫീസ് കൊടുത്ത് ഹൈസ്കൂളുകളിൽ അയക്കും, എന്നിട്ട് അവര് ഫീസ് കൊടുത്ത് പഠിപ്പിക്കും, സൗജന്യ യാത്രയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കും. സ്ത്രീത്വത്തെ അവമാനിക്കലാണത്. ഈ ഒരു കാര്യം മാത്രമല്ല, പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാകട്ടെ അതിനേക്കാളും ആക്ഷേപകരമായിട്ടുള്ളതാണ്. ഈ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടിന്റെ ഭാഗമാണത്. ആശുപത്രി വരാന്തകളിൽ, അതെ അതെ, ഞാനത് പ്രത്യേകിച്ച് തന്നെ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഈ ബസ്സുകളിൽ തള്ളിക്കയറാൻ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു, ആശുപത്രികളിൽ പോകുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്നു. എന്തെല്ലാം തരത്തിലുള്ള അപമാനകരമായ വാർത്തകളാണ് ഒരു മന്ത്രിയിൽ നിന്നും വരുന്നത്. ഈ സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ളൊരു അവകാശമായിട്ടാണത് കാണുന്നത്. അതിനെ ഇങ്ങനെ നഗ്നമായി പരിഹസിക്കുക, സൗജന്യ യാത്രയ്ക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നു. ഈ സ്ത്രീകൾക്ക് വേണ്ടി ഇപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുണ്ട്. ആ ബസ്സുകൾ കണ്ടം ചെയ്യാനുള്ള ബസ്സുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പല ബസ്സുകളും ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്ത് എത്തുന്നില്ല. വഴികളിൽ സ്ത്രീകളെ ഇറക്കി വിടേണ്ടി വരികയാണ്. ഒന്നിനും യാത്ര ചെയ്യാൻ കൊള്ളാത്ത ബസ്സുകളാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു അവമാനകരമായ കാര്യമാണിത്. ഇങ്ങനെയുണ്ടോ ഒരു മന്ത്രി? അതുകൊണ്ട് സ്ത്രീകളെ അവമാനിക്കുന്ന, സ്ത്രീ സമൂഹത്തെ അവമാനിക്കുന്ന, എന്തോ ഒരു സൗജന്യത്തിൽ നിൽക്കുന്നവരാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞ് അവർ അവമാനിക്കുന്ന ഏറ്റവും വൃത്തികെട്ട നിലപാടാണ് വകുപ്പ് മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. ആ പ്രസ്താവനകൾ നിരുപാധികം പിൻവലിച്ച് സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയണം. അബദ്ധം പറ്റിപ്പോയി എന്ന് പറയണം.